ഇന്ത്യ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്, പക്ഷേ രാജ്യത്തെ മനുഷ്യരെ ലക്ഷ്യം വെച്ചാൽ നശിപ്പിച്ചു കളയും. ആണവ ബ്ലാക്ക്മെയിൽ വേണ്ട, ഭീകരവാദത്തെ പാകിസ്ഥാന്റെ സൈനിക നടപടിയായി തന്നെയാണ് കാണുകയെന്നും പ്രധാനമന്ത്രി അയൽ രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകി. നശിപ്പിച്ചെന്ന് പാകിസ്ഥാൻ വ്യാജമായി അവകാശപ്പെട്ട ആദംപൂർ എയർബേസിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തത്. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാക് അധീന കശ്മീർ വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച് മാത്രമേ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തന്നെ സാധ്യതയുള്ളൂവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ എം ഷിനാസ് അധ്യാപകൻ, ശ്രീ മോഹനൻ പിള്ള റിട്ടയർഡ് ബ്രിഗേഡിയർ, ശ്രീ PR ശിവശങ്കർ BJP, ശ്രീ രാജു P നായർ കോൺഗ്രസ് എന്നിവർ. ആദ്യം ശ്രീ ബ്രിഗേഡിയർ മോഹനൻ പിള്ള, ഇന്ന് പ്രധാനമന്ത്രി സൈനികരോട് സംസാരിച്ചിരിക്കുന്നത് ആദംപൂർ എയർബേസിൽ വെച്ചാണ്. ഈ ആദംപൂർ എയർബേസ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അവർ ആക്രമിച്ചു, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തു എന്നൊക്കെയാണ്. അതേ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് മുമ്പിൽ വെച്ച് S-400 ട്രയംഫിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് റൺവേക്ക് യാതൊരു കേടുപാടും പറ്റാത്ത സുസജ്ജമായ ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലാത്ത ഒരു എയർബേസിൽ നിന്ന് പ്രധാനമന്ത്രി സൈനികരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് സൈനികർക്ക് അതല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതിലുപരി ഇത് ലോകത്തോടല്ലേ സംസാരിക്കുന്നത്? അഭിലാഷ്, എന്നോടാണോ ക്വസ്റ്റ്യൻ? അതെ. ഓക്കെ അഭിലാഷ്, ഇന്ന് ഈ പ്രസന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതും. അതായത് ഇപ്പോൾ ഷോഫിയാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണെങ്കിൽ പോലും അത് നമുക്ക് മനസ്സിലാകും. ഞാനത് ഇതിനു മുമ്പുള്ള ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. കാര്യം, ടെററിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി ടെററിസ്റ്റുകൾ അറൗണ്ട് ഒരു മാർജിനൽ ആൾക്കാർ ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നൗ അവരെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ വളരെ പരിതാപകരമാണ്. കാര്യം, അവർക്ക് തിരികെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്ന്. രണ്ടാമത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റുവേഷനിൽ വെച്ചിട്ട് നമ്മളെല്ലാം നോർമലായി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ആ ഒരു അഗ്രസീവ്നെസ് അല്പം കുറഞ്ഞായിരുന്നു. നൗ ദ തിങ് ഹാസ് ഗവൺമെൻറ്റൽ സൈഡിൽ നിന്ന് അങ്ങേയറ്റം മോട്ടിവേഷൻ കിട്ടിയിരിക്കുകയാണ് സൈനികർക്ക്. നൗ ദേ ഗോട്ട് ദ ടോട്ടൽ ഫ്രീഡം ടു ഡു ആക്ഷൻ അഗൈൻസ്റ്റ് ദ ടെററിസ്റ്റ്. അപ്പം ആ ഒരു ഇത് വന്നതുകൊണ്ട് യു ജസ്റ്റ് സീ നൗ ദാറ്റ് മീൻസ് ആര് ടെററിസ്റ്റിനെ കിട്ടുന്നു അവരെല്ലാം ഷോട്ട് ഡെഡാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ഒരു ആംഗിളിൽ നിൽക്കും. അതൊരു മേജർ അച്ചീവ്മെൻ്റ് ആണ്. പിന്നെ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാനായിട്ട് ആയിരിക്കുന്നത്, ഇനിയിപ്പോൾ ഡെറ്ററൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്. കാര്യം, എല്ലായ്പ്പോഴും പോലെയുള്ള ഒരു കാര്യമല്ല. ദാറ്റ് മീൻസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഡെറ്ററൻസ് ഹാസ് ഇൻക്രീസ്ഡ്. ദാറ്റ് മീൻസ് ഇനിയും നമ്മുടെ ഒരു കോൾഡ് ഫോം എന്നുള്ള, അതായത് ന്യൂ നോർമൽ പോളിസി എന്നുള്ള രീതിയിലാണ്. അതായത് നോർമലാണ് ബട്ട് ന്യൂ പോളിസി. ന്യൂ വാട്ട് ഇറ്റ് ഈസ്, വി ആർ നോർമൽ വിത്ത് യു, ദർ ഇസ് നോ പ്രോബ്ലം. നമ്മൾ ടെററിസ്റ്റ് സ്ഥാനമായിട്ട് നോർമലാണ്, പക്ഷേ ന്യൂ പോളിസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിച്ചാൽ ഡോണ്ട് വെയിറ്റ് ഫോർ ടൈം, റാദർ വി വിൽ ദെൻ ആൻഡ് ദെയർ യു വിൽ ഗെറ്റ് ദ റിപ്ലൈ. ആ ഒരു പോളിസി ലോകത്തോട് പറഞ്ഞപ്പോൾ, അതുപോലെ അവരോട് അഡ്രസ്സ് ചെയ്തപ്പോൾ അതൊരു മീനിങ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ന്യൂക്ലിയർ പോളിസി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ ഇന്നും പറയുന്നല്ലോ ഇട്ട് ഭയപ്പെടുത്തുന്ന അത് ഒരു പരുവത്തിന് നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് പിന്നെ ഉള്ളത് ഈ ഡിപ്ലോമാറ്റിക്കൽ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നോ ലുക്ക് ബാക്ക് എന്നാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ലൈക്ക് ഇൻഡസ് ഇതിൻ്റെ ട്രീറ്റി, വാട്ടർ ട്രീറ്റി ആണെങ്കിലും നമ്മൾ തിരിഞ്ഞു പുറകോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒരു പ്രസൻറ്റ് സിസ്റ്റം എമർജ് ചെയ്യുമ്പോൾ നൗ യു ഹാവ് ടു സീ വെദർ ദിസ് വിൽ കണ്ടിന്യൂ ഓർ നോട്ട്. ഇതിനകത്ത് ഡൈലൂഷൻ വരുമോ എന്നുള്ളതാണ്. നൗ എവറിത്തിങ് ഈസ് വെരി ടൈറ്റ്.
വാട്ട് എവർ ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനം നല്ല രീതിയിൽ ഉയർത്തത്തക്ക രീതിയിലുള്ള പോളിസിയാണ് ദ പ്രസന്റ് ആസ് ഓഫ് നൗ. നൗ ദ തിങ്സ് ആർ അബൌട്ട് ടു കം. ബിക്കോസ് ഇപ്പോൾ DGMOയുടെ മീറ്റിംഗ്സ് മിലിറ്ററി ബേസിലും ഇന്ന് എക്സ്റ്റേണൽ അഫെയർ ഡിസ്കഷൻസ് ആർ എറ്റ് ടു കം. അതുപോലെ തന്നെ ബാക്കിയുള്ള പോളിസി ഡിസ്കഷൻസ് ഒക്കെ ഡേ ബൈ ഡേ അത് വന്നുകൊണ്ടിരിക്കും. അന്നേരം ഇഫ് വി ആർ ഡൈലൂട്ടിങ്, നമ്മുടെ പോളിസിയിൽ നിന്ന് ഡൈലൂട്ട് പുറകോട്ട് പോവുകയാണ് എങ്കിൽ then it is difficult. And one more thing, today very categorically we said we can discuss only about the Pakistan occupied Kashmir. അതായത് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ വി ആർ റെഡി. സോ ബട്ട് ബി പ്രിപ്പയർ ടു ഗെറ്റ് ദാറ്റ് തിങ്സ് ടു അസ്. ഞങ്ങളുടെ അടുക്കൽ നിന്ന് എടുത്തിട്ടുള്ള ഒക്കുപ്പൈഡ്, നിങ്ങൾ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള കാശ്മീർ തിരിച്ചു തരാനുള്ള സംവിധാനം കൂടെ നോക്കുക എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് ഇപ്പം വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ അതായത് നമ്മൾ ദേശത്ത് തന്നെ, നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ വികസിപ്പിച്ചെടുക്കുന്ന ആ ഒരു വെപ്പണറി സിസ്റ്റവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ആൻഡ് സെയിം തിങ് അതർ കൺട്രീസ് വിൽ ട്രൈ ടു ഡിമാൻഡ് ഫ്രം അസ്. നമ്മുടെ എക്സ്പോർട്ട് കൂടാനുള്ള വളരെ സാധ്യതയുണ്ട്. അപ്പം ഇതുകൊണ്ട് നമ്മുടെ വെപ്പണറി സിസ്റ്റത്തിന് there's no doubt into it, it's a boosting പോസിബിലിറ്റിയാണ് എല്ലാ രീതിയിലും ഇപ്പോൾ സോഫാർ നടക്കുന്നത്. പിന്നെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു കാര്യം സൈനികരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം ഈഫ് ടുമാറോ നമ്മുടെ നോർത്തേൺ സൈഡിലുള്ള നെയ്ബറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുണ്ട്. ബിക്കോസ് അവരും ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. വി ആർ റെഡി ടു ടാക്കിൾ ദെയർ വെപ്പൺ ഓൾസോ. അതും നമുക്കൊരു മൊറാൽ ബൂസ്റ്റിംഗ് ഫാക്ടറാണ്. അതിനുള്ള ഒരു അവസരം അറിഞ്ഞുകൊണ്ട് തന്നെ ആ നെയ്ബർ ഇവരും കൂടെ ചേർന്ന് നമുക്ക് തന്നതാണ്. അപ്പം അതൊരു നല്ലൊരു ഫാക്ടറായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ജനറലി ദർ ഇസ് എ ടെൻഡൻസി, ഈ നോർത്തേൺ സൈഡിലുള്ള നമ്മുടെ ബിഗ് നെയ്ബർ, ആ ബിഗ് നെയ്ബർ ഓൾവേസ് ബിഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളെല്ലാവരും കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഹൈഡ്രജൻ ബലൂണാണ്. ഒരു കുത്തു കൊടുത്താൽ പൊട്ടാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ സബ്സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു രീതിയും നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് സംസാരിക്കാം അടുത്ത റൗണ്ടിൽ. എന്തായാലും സൈനികരെ സംബന്ധിച്ച് ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന കാര്യമെന്ന് താങ്കൾ പറയുന്നു.